ഈ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ പെരുമ്പറ മുഴക്കങ്ങൾക്കിടെ പേരൂർക്കട സ്റ്റേഷനിൽ ഒരു ദളിത് സ്ത്രീ ഒരു പാവം വീട്ടമ്മ നേരിട്ട കാക്കിത്തമ്മാടത്തിനും അറിഞ്ഞിട്ടും ആത്മാവിനൊരു നീറ്റിലുണ്ടാവുന്നില്ലെങ്കിൽ നമ്മുടെ മനസാക്ഷി മാവിനിക്കെന്തോ തകരാറുണ്ടെന്നാണ് അർത്ഥം. ആ വികസന വായ്ത്താരികളിൽ പറഞ്ഞുകേട്ട സപ്രപഞ്ചക്കട്ടിലിൽ കിടക്കുന്നവരല്ല. പാത്രങ്ങൾ കഴുകിയും മുറ്റമടിച്ചും തുണിയലക്കിയും രാവന്തിയോളം പണിയെടുത്ത് രക്തം വിയർപ്പാക്കുന്ന അടിസ്ഥാന വർഗമാണ്. അധ്വാനിക്കുന്ന മനുഷ്യരോട് ഏമാന്മാരുടെ എംബോക്കിത്തരം കണ്ടൊരു ധാർമ്മിക രോഷം ഉണ്ടാവുന്നില്ലെങ്കിൽ നമ്മളൊക്കെ ചോരയും നീരുമുള്ള മനുഷ്യരാണോ? ഏതോ വലിയ വീട്ടിലെ കാശുകാരി ചേച്ചിയുടെ മാലമോഷ്ട പരാതിയിലാണ്, ഇല്ലാ കഥയിലാണ്. വീട്ടുകാരെ 2 പെൺമക്കളെ പോലും അറിയിക്കാതെ മിസ്റ്റീരിയസ് കസ്റ്റഡി, രാത്രി മുഴുവൻ സാറന്മാരുടെ മര്യാദഘട്ട വർത്താനങ്ങൾ, വസ്ത്രമില്ലാത്ത പരിശോധന, ചെയ്യാത്ത കുറ്റത്തിന് എന്നെ മാലക്കള്ളി എന്ന് വിളിച്ചു സാറേ എന്ന് എത്രയാവർത്തി പറയുമ്പോഴും ആ സാധു സ്ത്രീയുടെ കണ്ണിൽ നിന്നും ധാരയിട്ട് വീഴുന്നത് തീക്കണ്ണീരാണ്. ഒന്നുമില്ലാതെ പഴങ്കഞ്ഞി പോലുമില്ലാതെ പട്ടിണി കിടന്ന് വയറൊട്ടിയങ്ങ് ചത്തുപോയെന്ന് വന്നാലും മോട്ടിക്കണം എന്ന ചിന്ത പോലും വരാത്ത മനുഷ്യരെ കള്ളി എന്ന് അധിക്ഷേപിക്കാൻ ആരാണോ പിണറായി പോലീസ് ലൈസൻസ് തന്നേ? നിങ്ങളുടെയൊക്കെ വീട്ടിലെ സ്ത്രീകളാണെങ്കിൽ രാത്രി തൊണ്ടപറ്റി വെള്ളം ചോദിച്ച കക്കൂസി പോയി കുടിക്കടി എന്ന് വൃത്തിയോട് പറയുവോ? അത് ചീളുകേസല്ല, കേരളം ഞെട്ടിയൊരു കൊലക്കേസാണ്. ആ ഭാസ്കരക്കാരൻ അവരെ കൊന്നുതള്ളിയ ഒരുത്തി കിട്ടിയ ആനുകൂല്യങ്ങൾ, പരോളുകൾ, കൂടെ നിന്നൊരു മന്ത്രിസഭ സ്വാധീനത്തിൽ കിട്ടിയ ശിക്ഷാ ഇളവൊക്കെ കണ്ടതാണ് കേരളം. പ്രിയപ്പെട്ട ബിന്ദു ചേച്ചി, ഈ ദിവസങ്ങൾ അത്രയും ആ കൂരയ്ക്ക് താഴെ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു കരഞ്ഞ് കണ്ണീർ പറ്റിയതല്ലേ? നിർത്തണമാക്കാരത്തിൽ ഇറങ്ങി നിൽക്കണം. കേട്ട ഓരോ തെറിക്കും അധിക്ഷേപങ്ങൾക്ക്, അസഭ്യങ്ങൾക്ക് എണ്ണി എണ്ണി പകരം ചോദിക്കണം, പക വീട്ടണം.